ഹലോ ഗൈസ്. അപ്പൊ ഈ പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാണെന്നാവൂല്ലേ? ഒരു നൈറ്റ് ഡ്രൈവ് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അതിനാണ് ഈ പ്രശ്നം മൊത്തം. ഉള്ളിന്റെ ഉള്ളിലൊരു പ്ലാൻ എല്ലാം ഉണ്ട്, പക്ഷെ പ്രകൃതി കനിയണം. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. അങ്ങനെ ഇതാ നമ്മുടെ തൊട്ടടുത്ത റൂമിലുള്ള അനുവിന്റെ ഇച്ചായനും പിന്നെ ഞാനും സായും കൂടിയാണ് കേട്ടോ പോണത്. കയ്യില് കംഫർട്ടറും ടെന്റും പിന്നെ ബ്ലാങ്കറ്റും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ നൈറ്റ് അവിടെ സ്റ്റേ അടിക്കണമെന്ന്. നമ്മൾ കിട്ടിയ രണ്ടാൾക്കാരും നല്ല വൈബുള്ളവരായതുകൊണ്ട് യാത്രയിൽ മുഷിപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. നാട്ടിലെ പോലെ പനിയാണ് ചുമയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ലീവ് എടുക്കുന്ന പോലെ ഇവിടെ അതൊന്നും നടക്കില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ലീവ് കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും. ഏകദേശം എല്ലാ പ്രവാസികളും അങ്ങനെ തന്നെ. നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കരുതും നമ്മളിവിടെ വലിയ സെറ്റപ്പിലാണ്, പക്ഷെ ഇവിടുത്തെ സ്ഥിതി നമുക്കല്ലേ അറിയുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു ഹരല്ലേ, അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പ്രവാസികൾ പാഴാക്കാറില്ല. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിന്ന് പോണത് എവിടേക്കാണെന്നല്ലേ? അബുദാബി അൽക്കുവയിലേക്കാണ് പോണത്. അപ്പൊ പ്രകൃതിയുടെ കനിവ് തേടി പോവുകയാണ് കേട്ടോ. അതായത് രമണ, നമ്മള് മിൽക്കി വേ കാണാനുള്ള പോക്കാണ്. ദുബായിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. വിജനമായ ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെ ഒരു ആളനക്കൊന്നും ഇല്ലാണ്ട് എന്തിന് ഇത്തിരി വെള്ളം കുടിക്കണേൽ പോലും നമ്മളുടെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഫുഡ് വരെ നമ്മൾ കരുതിയിരുന്നു കേട്ടോ. ചുറ്റിലും മരുഭൂമി മാത്രം. ഇനിയിപ്പോ ആടുജീവിതം ഇവിടുന്ന് എങ്ങാനാണോ ഷൂട്ട് ചെയ്തത്? നമ്മൾ ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് കേട്ടോ കാഴ്ചകളൊക്കെ രസം ഉണ്ടാകും. അതുകൊണ്ടാണ് കുറുക്കനെ പോലെ ഞാൻ ഇങ്ങനെ 4 കാലിൽ കയറുന്നത്. ഉയരം കൂടുന്നവരും ഊരവേദനയും കൂടുന്ന ലാലേട്ടൻ പറഞ്ഞത് എത്ര ശരിയല്ലേ? ഒരാള് കഷ്ടപ്പെട്ട് ശ്വാസം മുട്ടി കയറി വരുമ്പോ ഒന്ന് കൈ പിടിച്ച് സഹായിക്കുക പോലും ചെയ്യാണ്ട് ഊരയ്ക്കും കൈ കൊടുത്ത് നിൽക്കണ എന്റെ മനസ്സ് അത് ആരും കാണാതെ പോകരുതിട്ടാ. അങ്ങനെ ഏറ്റവും മുകളിലെത്തിയപ്പോ നല്ല രസമായിരുന്നേ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തീറ്റ മുഖ്യം ബിഗിലെ എന്നും പറഞ്ഞ് ചാടി ഇറങ്ങി ടെന്റിൽ കയറി ഫുഡ് അടിയും തുടങ്ങി. ഞാൻ ഇത്തിരി മന്തിയെല്ലാം ഉണ്ടാക്കി അതും കെട്ടി പൊതിഞ്ഞിട്ടാണ് വന്നത്. കൂടെ അതിന് ഫ്രൂട്ട്സും മറ്റു സാധനങ്ങളെല്ലാം എടുത്തിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എത്ര രുചിയില്ലാത്ത ഭക്ഷണമാണെങ്കിലും അപ്പൊ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എന്റെ മന്തി രസമില്ലാന്ന് ആരും കരുതണ്ട, എന്റെ മന്തി സൂപ്പർ. പാർട്ട് 2 കണ്ട് സഹകരിക്കല്ലോ അല്ലേ?